എന്നാലും ഒരു വഴിയുടെ വക്കീലാണ് നമ്മുടെ അതിര് നിൽക്കുന്നതെങ്കിൽ ഒരു മൂലയാണ്. ആ മൂലൊന്ന് വളച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 1/2 സെന്റ് ആയിരിക്കും നഷ്ടപ്പെടുന്നുണ്ടാവുക. 1/2 സെന്റ് അള്ളാഹ്ക്ക് വേണ്ടി പടച്ചവനെ വിചാരിച്ച് നിങ്ങളുടെ അരികത്തുകൂടെ പോകുന്ന 100 കണക്കിന് ആളുകൾ, അതിൽ പ്രായമുള്ള രോഗികളുണ്ട്, ഡയാലിസിസിന് പോകുന്നവരുണ്ടാകും, ഹാർട്ട് അറ്റാക്ക് പിടിച്ച് ഓടുന്നവരുണ്ടാകും. ഒരു വണ്ടി വന്നാൽ തിരിക്കാൻ പറ്റൂല, ഒന്ന് ചെരിക്കാൻ പറ്റൂല, അപ്പോഴേക്കും മുട്ടി ഇവിടെ കുത്തി, ഒന്ന് ചെരിയാൻ കഴിയില്ല. ഒരു ബൈക്ക് വന്നാൽ സൈഡെടുക്കാൻ പറ്റൂല. ആരാണ് ഇതൊക്കെ വെച്ച് പൂട്ടി വെക്കുന്നതെന്നറിയോ? അള്ളാഹു ഭൂമി കൊടുത്ത ആളുകൾ, അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളെ. ആ മതിൽ വെക്കുന്നത് 2 അടി ഇങ്ങോട്ടുള്ളിലേക്ക് വലിച്ചാൽ, ആ മൂലങ്ങനെ കൂർപ്പിച്ചു നിർത്താതെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ എത്രയോ മുഅ്മിനീങ്ങളുടെ നല്ല പ്രാർത്ഥന കിട്ടും. നല്ല മനുഷ്യൻ കേട്ടോ, ബുദ്ധിമുട്ടാക്കാതെ പോകാൻ പറ്റിയല്ലോ, എന്തൊരു സൗകര്യം ചെയ്തു കൊടുത്തു. ഇത് മാത്രം നമ്മൾ ചെയ്യൂല. കൊല്ലം മുഴുവൻ ഉംറക്ക് പറക്കും, എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നുണ്ട്. സ്വന്തം നാട്ടുകാർ, സ്വന്തം അയൽവാസികൾ ഈ മനുഷ്യന്റെ ഒരു 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 പിടിവാശി കൊണ്ട് പ്രയാസത്തിലാണെങ്കിൽ എന്താ മുഅ്മിനെ കാര്യം? ആളുകളുടെ ശാപല്ലേ നമ്മൾ കേൾക്കുന്നത്? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്തു, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് പറയാൻ. നമ്മുടെ നാടുകളിൽ വഴികൾ ഇങ്ങനെ ഇടുക്കി കൊടുത്ത് വഴി തടസ്സമുണ്ടാക്കുന്നത് നീക്കിയാൽ അള്ളാന്റെ റസൂല് പറയാൻ, സ്വർഗത്തിൽ ആനന്ദിച്ച് നടക്കാൻ അവർക്ക് വഴിയാകുമത് ഒരു മരം മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ.